Hello guys, my name is Ashik Ilahi. I'm a spoken English trainer at Vaco Learning. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിലെ പ്രിപ്പോസിഷൻസിനെ പറ്റിയിട്ടാണ്. എന്താണ് പ്രിപ്പോസിഷൻസ്? ഞാൻ പറഞ്ഞുതരാം. It show the relationship between a noun or pronoun and other words in a sentence. ഒരു സെന്റൻസിൽ ഒരു വാക്കുണ്ടാകും, അതുപോലെ തന്നെ ഒരു നൗണോ ഒരു പ്രോനൗണോ ഉണ്ടാകും. ഇവ തമ്മിലുള്ള ബന്ധത്തെ പറയുന്ന, അത് സൂചിപ്പിക്കാനുള്ള വേർഡ്സ് ആണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. അത് പൊതുവെ സൂചിപ്പിക്കുന്നത് ടൈം ആയിരിക്കാം, അല്ലെങ്കിൽ പ്ലേസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിറക്ഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മാനേഴ്സ്, എന്തെങ്കിലും രീതികളായിരിക്കാം. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രിപ്പോസിഷൻസ് ഓഫ് പ്ലേസസ് ആണ്. പ്ലേസുകളെ പറ്റിയുള്ള പ്രിപ്പോസിഷൻസ് ആണ്. സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. പ്രിപ്പോസിഷൻസ് ഓഫ് പ്ലേസസ്, പ്ലേസുകളെ പറ്റിയുള്ള പ്രിപ്പോസിഷൻസ്. ഒന്നാമതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇൻ എന്ന വേർഡിനെ പറ്റിയാണ്. ഇൻ ഉപയോഗിക്കുന്നത് ഇൻസൈഡ് എ സ്പേസ്, ഒരു ഇടത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ പറയാനാണ്. എക്സാമ്പിൾ, ദ ബുക്സ് ആർ ഇൻ ദ ബാഗ്. ബുക്സ് എവിടെയുള്ളത്? ബാഗിനുള്ളിലാണ് ഉള്ളത്, ഒരു സ്ഥലത്തിനുള്ളിലാണുള്ളത്. ഷീ ഈസ് ഇൻ ദ റൂം. ഷീ, അവൾ എവിടെയാണുള്ളത്? റൂമിനുള്ളിലാണുള്ളത്. സോ അതിനു വേണ്ടി ഇൻസൈഡ് എ സ്പേസ്, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് ഇൻ എന്ന് പറയുന്നത്. രണ്ടാമതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസസ് എന്ന് പറയുന്നത് ഓണിനെ പറ്റിയാണ്. ഓൺ ഉപയോഗിക്കുന്നത് ഓൺ ദ സർഫസ് ഓഫ് സംതിങ്, എന്തിൻ്റെങ്കിലൊക്കെ മേലെ അല്ലെങ്കിൽ ഉപരിതലത്തിൽ നമ്മൾ പ്രിപ്പോസിഷൻ ആയിട്ട് കൊണ്ടുവരുമ്പോൾ അതിന് ഓൺ ആണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ടേബിളിന് മുകളിലാണ് എന്തുള്ളത്? ബുക്ക് ഉള്ളത്. ടേബിളിന്റെ ഉപരിതലത്തിന് മുകളിലാണ് ബുക്ക് ഇരിക്കുന്നത്. സ്റ്റുഡൻസ് ആർ സിറ്റിംഗ് ഓൺ ദ ഗ്രൗണ്ട്. വിദ്യാർത്ഥികള് എവിടെ ഇരിക്കുന്നുണ്ട്? ഗ്രൗണ്ടിൽ ഇരിക്കുന്നുണ്ട്. ഗ്രൗണ്ട് എന്ന ആ ഒരു ഉപരിതലത്തിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇരിക്കുന്നുണ്ട്. നമ്മൾ ഓൺ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും വസ്തുവിന്റെ ഉപരിതലത്തില് പറയുമ്പോൾ ഉപയോഗിക്കുന്നതാണ് പ്രിപ്പോസിഷൻ ആയിട്ടുള്ള ഓൺ. മൂന്നാമത്തെ പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് എന്ന് പറയുന്നത് അണ്ടർ, എന്തിൻ്റെയിലൊക്കെ താഴെ, ബിലോ സംതിങ്. സോ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ദ ഷൂസ് ആർ അണ്ടർ ദ ടേബിൾ. ടേബിളിന് താഴെയാണ് എന്തുള്ളത്? ഷൂസ് ഉള്ളത്. ദ കീ ഈസ് അണ്ടർ ദ ബെഡ്. ബെഡിന് താഴെയാണ് എന്തുള്ളത്? കീ അഥവാ ചാവി ഉള്ളത്. സോ എന്തിൻ്റെയിലൊക്കെ താഴെ നമുക്ക് പറയാനായിട്ട് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് അണ്ടർ എന്നുള്ളത്. നാലാമത്തെ പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസസ് എന്ന് പറയുന്നത് ഓവർ, എബവ് ബട്ട് നോട്ട് ടച്ചിങ്. അത് നമ്മുടെ മേലെയാണ്, ബട്ട് എന്തല്ല, ടച്ച് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെ പറയുമ്പോൾ നമുക്ക് പ്രിപ്പോസിഷൻ ആയിട്ടുള്ള ഓവർ ഉപയോഗിക്കാം. എക്സാമ്പിൾ, ദ ഫാൻ ഈസ് ഓവർ മൈ ഹെഡ്. എന്റെ തലക്ക് മീതെയാണ് എന്തുള്ളത്? ഫാൻ ഉള്ളത്. ടച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ടച്ച് ചെയ്യാത്ത എന്നാൽ മേലെയുള്ള സാധനങ്ങൾക്കാണ് നമ്മൾ ഓവർ ഉപയോഗിക്കുന്നത്. ദർ ഈസ് എ ബ്രിഡ്ജ് ഓവർ ദ റിവർ. അവിടെ എന്തുണ്ട്? ഒരു പാലമുണ്ട്. എന്തിന് മേലെ? റിവർ, പുഴയ്ക്ക് മേലെയായിട്ട്. സോ ടച്ച് ചെയ്യുന്നില്ല. അതിനുപയോഗിക്കുന്ന വേർഡാണ് പ്രിപ്പോസിഷൻ ആണ് ഓവർ എന്നുള്ളത്. പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസസിൽ അഞ്ചാമത് വരുന്നത് എബവ് ആണ്. എബവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത് ഹയർ ദാൻ സംതിങ്, എന്തിൻ്റെങ്കിലും ഒക്കെ മേലെയായിട്ട് പറയാൻ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് എബവ് എന്നുള്ളത്. എക്സാമ്പിൾ, ദ ക്ലോക്ക് ഈസ് എബവ് ദ ഡോർ. ക്ലോക്ക് എവിടെയാണ്? ഡോറിന് മേളിലാണ്, മുകളിലാണ്. ദ ബേർഡ്സ് ആർ ഫ്ലൈയിങ് എബവ് ദ ട്രീസ്. പക്ഷികൾ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട് എബവ് ദ ട്രീസ്, മരങ്ങൾക്ക് മേലെ. സോ എന്തിൻ്റെങ്കിലും ഒക്കെ മേലെയായിട്ട് നമുക്ക് ഉപയോഗിക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് എബവ് എന്നുള്ളത്. പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസസിൽ ആറാമത് വരുന്നത് ബിലോ ആണ്. ബിലോ നമ്മൾ യൂസ് ചെയ്യുന്നത് ലോവർ ദാൻ സംതിങ്, എന്തെങ്കിലുമൊക്കെ ഒരു വസ്തുവിന്റെ താഴെയായിട്ട് പറയുമ്പോൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് ബിലോ എന്നുള്ളത്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഹർ നെയിം ഈസ് ബിലോ മൈൻ ഓൺ ദ ലിസ്റ്റ്. ലിസ്റ്റില് അവളുടെ പേര് എന്റെ പേരിനേക്കാൾ എന്താണ്? താഴെയാണ്. ഹി ലിവ്സ് ഓൺ ദ ഫ്ലോർ ബിലോ മൈൻ. അവൻ ജീവിക്കുന്നുണ്ട്, അവൻ താമസിക്കുന്നുണ്ട് ബിലോ മൈൻ, എന്റെ താഴെയുള്ള നിലയിലാണ്, എന്റെ താഴത്തെ നിലയിലാണ് അവൻ താമസിക്കുന്നത്. സോ ഇതുപോലെ മറ്റെന്തിനേക്കാളും താഴെയാണെന്ന് പറയാൻ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് ബിലോ എന്നുള്ളത്. ഈ ബിലോ ആൻഡ് അണ്ടർ ആർ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ബട്ട് ജനറലി ലോ ദാൻ സംതിങ്, മറ്റെന്തിനേക്കാളും താഴെയാണ് എന്നതിനെ ജനറലി ഉപയോഗിക്കുമ്പോൾ പറയുന്ന വേർഡാണ് ബിലോ എന്നുള്ളത്. ഉദാഹരണത്തിന്, ടെമ്പറേച്ചർ 0യേക്കാൾ കുറവാണ്. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് അണ്ടർ അല്ല. ദ ടെമ്പറേച്ചർ ഈസ് ബിലോ ദാൻ 0. 0യേക്കാൾ കുറവാണ് ടെമ്പറേച്ചർ. നമ്മൾ പൊതുവെ പറയുന്ന കാര്യങ്ങളാണ് അതെല്ലാം. സോ അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ബിലോ എന്നുള്ളത്. പ്രിപ്പോസിഷൻസ് ഓഫ് പ്ലേസസിലെ ഏഴാമത് വരുന്നതാണ് ബിറ്റ്വീൻ, ഇൻ ദ മിഡിൽ ഓഫ് ടു തിങ്സ്. രണ്ട് വസ്തുക്കൾക്ക് നടുവിൽ പറയാൻ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് ബിറ്റ്വീൻ എന്നുള്ളത്. എക്സാമ്പിൾ ആയിട്ട്, ദ പാർക്ക് ഈസ് ബിറ്റ്വീൻ ദ സ്കൂൾ ആൻഡ് ദ മാൾ.
മാളിനും സ്കൂളിനും നടുവിലാണ്, ഇടയിലാണ് പാർക്ക് ഉള്ളത്. ഷീ സാറ്റ് ബിറ്റ്വീൻ ഹർ ടു ഫ്രണ്ട്സ്. അവൾ ഇരുന്നു, എവിടെ ഇരുന്നത്? അവളുടെ രണ്ട് കൂട്ടുകാരുടെ നടുവിലാണ് ഇരുന്നത്, ഇടയിലാണ് ഇരുന്നത്. സോ രണ്ട് സാധനങ്ങളുടെ ഇടയിൽ പറയാൻ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് ബിറ്റ്വീൻ എന്നുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. എട്ടാമത് വരുന്ന പ്രിപ്പോസിഷൻ ആണ് നെക്സ്റ്റ് ടു ഓർ ബിസൈഡ്. വളരെ അടുത്തായിട്ട് പറയാൻ ഉപയോഗിക്കുന്ന, വെരി ക്ലോസ് ടു, വളരെ അടുത്താണ്, അതിനുവേണ്ടി പറയാൻ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് നെക്സ്റ്റ് ടു ഓർ ബിസൈഡ്. എക്സാമ്പിൾ ആയിട്ട് ദ ബാങ്ക് ഈസ് നെക്സ്റ്റ് ടു ദ സൂപ്പർ മാർക്കറ്റ്. ബാങ്ക് എവിടെയാണ്? സൂപ്പർ മാർക്കറ്റിന് വളരെ അടുത്താണ്. ഷീ സാറ്റ് ബിസൈഡ് ഹർ ബെസ്റ്റ് ഫ്രണ്ട്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് വളരെ അടുത്തായിട്ട് തന്നെ ഇരുന്നു. സോ വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ പറയാൻ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് നെക്സ്റ്റ് ടു ഓർ ബിസൈഡ്. പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസിൽ ഒമ്പതാമതായിട്ട് വരുന്നത് ബിഹൈൻഡ് ആണ്. ബിഹൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ ബാക്ക് ഓഫ് സംതിങ് ഓർ സംവൺ. ആരുടെയെങ്കിലേക്കോ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലോ ബാക്കിൽ, പിന്നിലായിട്ട് പറയാൻ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് ബിഹൈൻഡ് എന്നുള്ളത്. എക്സാമ്പിൾ ദ കാർ ഈസ് ബിഹൈൻഡ് ദ ഹൗസ്. വീടിന് പിറകിലാണ് എന്തുള്ളത്? കാർ ഉള്ളത്. ദേ ആർ സിറ്റിംഗ് ബിഹൈൻഡ് ദ കർട്ടൻ. കർട്ടന്റെ പിറകിലാണ് അവർ ഇരിക്കുന്നത്. സോ എന്തിൻ്റെങ്കിലും അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ പിറകിൽ എന്ന് പറയാൻ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് ബിഹൈൻഡ് എന്നുള്ളത്. പത്താമത്തെ പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് എന്ന് പറയുന്നത് ഇൻ ഫ്രണ്ട് ഓഫ്. ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ടു സംതിങ്. എന്തെങ്കിലും ഒരു സാധനത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന, പറയാൻ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് ഇൻ ഫ്രണ്ട് ഓഫ് എന്നുള്ളത്. എക്സാമ്പിൾ ആയിട്ട് ദ ബസ് സ്റ്റോപ്പ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്റ്റോർ. സ്റ്റോറിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്തുള്ളത്? ബസ് സ്റ്റോപ്പ് ഉള്ളത്. ഷീ ഈസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. അവൾ നിൽക്കുന്നുണ്ട് എന്തിന്? മിററിന് നേരെ വിപരീതമായിട്ട്, അഥവാ മിററിന് നേരെ ഫേസ് ചെയ്തിട്ട്. സോ അങ്ങനെ ഓപ്പോസിറ്റ് ടു സംതിങ് എന്നതിന് പറയാൻ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് ഇൻ ഫ്രണ്ട് ഓഫ് എന്നുള്ളത്. 11ാമത്തെ പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് എന്ന് പറയുന്നത് ഇൻസൈഡ് ആണ്. ഇൻസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ സംതിങ്, എന്തെങ്കിലും ഒരു വസ്തുവിന്റെ അകത്ത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ദ കിഡ്സ് ആർ ഇൻസൈഡ് ദ ഹൗസ്. ചെറിയ കുട്ടികൾ എവിടെയാണ്? വീടിനകത്താണ്. ദ ബുക്ക് ഈസ് ഇൻസൈഡ് ദ ബോക്സ്. ബുക്ക് എവിടെയാണ്? ആ ബോക്സിനകത്താണ്. സോ അകത്ത് എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് ഇൻസൈഡ് എന്നുള്ളത്. 12ാമത്തെ പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ആണ്. ഔട്ട്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈഡിന് നേരെ ഓപ്പോസിറ്റ്, അഥവാ ഇൻസൈഡ് അകത്താണെങ്കിൽ ഔട്ട്സൈഡിന്റെ മീനിങ് പുറത്ത് എന്നർത്ഥം. എക്സാമ്പിൾ ഹി ഈസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ് ദ ഹൗസ്. അവൻ വീടിന് വെളിയിൽ, വീടിന് പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പുറത്ത് അല്ലെങ്കിൽ വെളിയിൽ എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ്, പ്രിപ്പോസിഷൻ ആണ് ഔട്ട്സൈഡ് എന്നുള്ളത്. സോ ഇന്ന് നമ്മൾ പ്രിപ്പോസിഷൻസ് ഓഫ് പ്ലേസസ് പഠിച്ചു. ഇനി പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം ഉണ്ട്, ഡിറക്ഷൻസ് ഉണ്ട്, മാനേഴ്സ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. സോ ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ടു ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ വാക്വോ ലേണിംഗ് LLP. So that's it. Bye. Vakvo Learning. Dare to learn differently.